ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്നതിന്റെ പ്യൂപ്പയിലെ ആക്ടിവിറ്റീസ് ആണ്. അതായത് നിങ്ങളുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അതിന്റെ മലയാളം എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റോ STD2 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റോ എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? നിങ്ങൾക്ക് പൂക്കളം ഉണ്ടാകാൻ ഇഷ്ടമാണോ? പൂക്കളം അറിയാമല്ലോ മക്കളെ, നമ്മൾ ഓണത്തിനൊക്കെ അപ്പത്തിനൊക്കെ പൂക്കളം ഇടില്ലേ, അത് മക്കൾക്ക് ഇഷ്ടമാണോ? കളർ ദ പൂക്കളം ഗിവൺ ബിലോ. നമുക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു പൂക്കളത്തിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനോഹരമായിട്ടുള്ള കളർ ഈ പൂക്കളത്തിന് കൊടുത്തു നോക്കുക കേട്ടോ. ആക്ടിവിറ്റി 2, വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ്? നമ്മൾ ആഘോഷിക്കുന്ന ഈ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഫെസ്റ്റിവൽസ് ബിലോ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിന് താഴെയും അത് ഏത് ഫെസ്റ്റിവൽ ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പിക്ചർ നോക്കൂ മക്കളെ, കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇത് ക്രിസ്മസ് ആണ്. പിന്നെ സെക്കൻഡ് പിക്ചർ എന്താണ്? ഈദുൽ ഫിത്തർ ആണ്, നമ്മളുടെ പെരുന്നാളില്ലേ, മുസ്ലിംസ് ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ, അതാണ്. തേർഡ് പിക്ചർ ഓണമാണ്, കണ്ടോ പൂക്കളം ഒരുക്കുന്നത്, അപ്പൊ അത് ഓണമാണ്. ഫോർത്ത് പിക്ചർ നോക്കൂ, നല്ല ദീപങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെന്താണ്, പടക്കൊക്കെ പൊട്ടുന്നുണ്ടല്ലേ, അപ്പൊ ഇതെന്താണ്, ദീപാവലിയാണ് കേട്ടോ. ആക്ടിവിറ്റി 3, റീഡ് ദ സ്റ്റോറി. നമുക്ക് താഴെ ഒരു ചെറിയ സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിക്കൂ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ഡിംപിളും ട്വിങ്കിളും ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണ്. ദ ലൈഫ് ഇൻ ഹരിതഗിരി വില്ലേജ്. അവർ ഹരിതഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. എവ്രി ഇയർ there's a festival in their village. എല്ലാ വർഷവും അവരുടെ ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, ഒരു ആഘോഷം, ഉത്സവം നടക്കാറുണ്ട്. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. ആ സീസൺ ആവുമ്പോൾ, ആ ഫെസ്റ്റിവലിന്റെ ആ സീസൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെയുള്ള മരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പൂക്കും. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ഡെക്കറേറ്റ് ദെയർ ഹൗസസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഹരിതഗിരിയിലുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളൊക്കെ ഈ ഫെസ്റ്റിവൽ സമയമാകുമ്പോഴോ അതൊക്കെ അവരുടെ വീടും ചുറ്റുവട്ടമൊക്കെ എന്ത് ചെയ്യും, അലങ്കരിക്കും. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അങ്ങനെ ഹരിതഗിരിയിൽ ആ ഫെസ്റ്റിവൽ സീസൺ വന്നെത്തി, ഫെസ്റ്റിവൽ ഉത്സവത്തിന്റെ കാലം വന്നെത്തി. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും അവരുടെ വീടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആക്ടിവിറ്റി, ഇത് ബേസ് ചെയ്ത ആക്ടിവിറ്റി ആണ് നെക്സ്റ്റ് വരുന്നത്. ആക്ടിവിറ്റി 4, ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. ഡിംപിളും ട്വിങ്കിളും കൂടെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അവരുടെ വീട് അലങ്കരിക്കുകയാണ്. ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദെയർ ഹൗസ്. അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. താഴെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ്സ് തന്നിട്ടുണ്ട്, ലൈറ്റും ഫ്ലവേഴ്സും ബലൂൺസും ഫെസ്റ്റൂൺസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അലങ്കരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചർ എന്ത് ചെയ്യാം, മനോഹരമായിട്ട് കളർ ചെയ്യാം. എന്നിട്ട് ഇത് എവിടേക്കാണോ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നത്, അതായത് താഴെ തന്നിട്ടുള്ള ഡെക്കോർസ് ഒക്കെ എവിടേക്കാണോ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആക്ടിവിറ്റി 5, ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ദെയർ ഫ്രണ്ട് നില ഫോർ ദ ഫെസ്റ്റിവൽ. ഡിംപിളും ട്വിങ്കിളും അവരുടെ സുഹൃത്ത് നിലയെ ഫെസ്റ്റിവലിന് ക്ഷണിക്കാനായിട്ട് തീരുമാനിച്ചു. They called നില ഓൺ ഫോൺ. അവർ നിലയെ ഫോണിൽ വിളിച്ചു. കംപ്ലീറ്റ് their conversation. അവരുടെ സംഭാഷണം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം മക്കളെ ഈ കോൺവെർസേഷൻ? ട്വിങ്കിൾ, ഹലോ നില, വിൽ യു കം ഫോർ ദ ഫെസ്റ്റിവൽ? നീ ഈ ഉത്സവത്തിന് വരുന്നുണ്ടോ? നില, യെസ് ഐ വിൽ കം. ഞാൻ വരുന്നുണ്ട്. ഡിംപിൾ, ഹൗ വിൽ യു കം? നീ എങ്ങനെയാണ് വരുന്നത്? നില, ഐ വിൽ കം ബൈ ബസ്. ഞാൻ ബസ്സിൽ വന്നേക്കാം. ഓക്കെ, ചെറിയൊരു കോൺവെർസേഷൻ. ആക്ടിവിറ്റി 6, ഹൗ ഈസ് യുവർ വില്ലേജ് ഓർ ടൗൺ? ഡ്രോ കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങൾ താമസിക്കുന്ന വില്ലേജ് അല്ലെങ്കിൽ ടൗണിലാണെങ്കിൽ ടൗൺ എങ്ങനെയാണ് കാണാനുള്ളത് നിങ്ങൾക്ക് വരച്ച് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ വരച്ചു കൊടുക്കാം, എന്നിട്ട് അതിന് താഴെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിക്ചർ വരയ്ക്കുന്നില്ല, എഴുതാനുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് ആദ്യം എന്ത് എഴുതാം, നിങ്ങൾ വില്ലേജിലാണോ അതോ ടൗണിലാണോ താമസിക്കുന്നത് അത് എഴുതാം. ഐ ലിവ് ഇൻ എ വില്ലേജ്. ഞാനൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. മൈ വില്ലേജ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എന്റെ വില്ലേജ് വളരെ ഭംഗിയാണ് കാണാൻ. ദർ ഇസ് പ്ലേസസ് വിത്ത് ഗ്രീൻ ഫീൽഡ്സ്, ടോൾ കോക്കനട്ട് ട്രീസ് ആൻഡ് സ്മോൾ ഹട്ട്സ്. അവിടെ പച്ച വിരിച്ച പാടങ്ങളും വലിയ തെങ്ങുകളും അതുപോലെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. മൈ വില്ലേജസ് ആർ കൈൻഡ് ഹാർട്ടഡ് പീപ്പിൾ.
എൻ്റെ വില്ലേജിലുള്ള ആളുകൾ, എൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ എന്താണ്, വളരെ നല്ല ആളുകളാണ്. ചിൽഡ്രൻ പ്ലേ ഇൻ ദ ഓപ്പൺ ഫീൽഡ്സ് ആൻഡ് ഗ്രൗണ്ട്സ്. കുട്ടികൾ ഓപ്പൺ ഫീൽഡ്സിലും അതായത് തുറന്ന വയലുകളിലും അതുപോലെ മൈതാനങ്ങളിലൊക്കെ കളിക്കാറുണ്ട്. മൈ വില്ലേജ് ഇസ് എ പീസ്ഫുൾ പ്ലേസ് ടു ലിവ്. എൻ്റെ വില്ലേജിൽ താമസിക്കാൻ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അതായത് ഒരു സമാധാനം നൽകുന്ന സ്ഥലമാണ് എൻ്റെ വില്ലേജ്. During the festival, the villagers do not blow the horn of vehicles. ഈ ഫെസ്റ്റിവൽ സീസണിന്റെ സമയത്ത് അവിടെ വില്ലേജിലുള്ള ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, വണ്ടിയുടെ ഹോൺ ഒന്നും അടിക്കാറില്ല. വൺ ഡേ എ മാൻ ഓൺ എ മോട്ടോ ബൈക്ക് കെയിം ദർ. ഒരു ദിവസം ഒരു ആള് മോട്ടോ ബൈക്കിൽ അങ്ങോട്ട് വന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ചിൽഡ്രൻ. അപ്പൊ അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഫെസ്റ്റിവൽ നടക്കുകയാണെന്നോ അതിന്റെ റൂൾസ് ഇങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തോട് കുട്ടികൾ എന്തായിരിക്കും പറയുക എന്ന് എഴുതി കൊടുക്കാനാണ്, കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടി എന്ന് പറയുന്ന നോക്കൂ, സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. സർ ഹോൺ അടിക്കരുത് എന്നല്ലേ. അപ്പൊ അദ്ദേഹം എന്ത് ചോദിക്കും, അതെന്താ ഹോൺ അടിച്ചാല് എന്താ ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം, വൈ ഷുഡിന്റ് ഐ ബ്ലോ ദ ഹോൺ, വൈ ഷുഡ് നോട്ട് ഐ ബ്ലോ ദ ഹോൺ, അങ്ങനെ ചോദിക്കാം. എന്താ ഹോൺ അടിക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ അതെന്താ ഞാൻ ഹോൺ അടിച്ചാല്. അപ്പൊ കുട്ടികൾ എന്ത് പറയും, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ സർ, വി ഡോണ്ട് ബ്ലോ ഹോൺ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽസ് ഹിയർ. ആഘോഷമാണ്, ഫെസ്റ്റിവൽ സീസൺ ആണ്, ഞങ്ങൾ ഇവിടെ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഹോൺ അടിക്കാറില്ല. ഓക്കെ, ഐ എം സോറി. ആക്ടിവിറ്റി 8, വി മേക്ക് മെനി ഡെക്കറേറ്റീവ് യൂസിങ് പേപ്പർ. ലെറ്റ് us മേക്ക് എ പേപ്പർ ലാൻഡേൺ. നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒരുപാട് ഡെക്കറേറ്റീവ്സ് ഉണ്ടാക്കാറുണ്ട് അല്ലെ, ക്രാഫ്റ്റ് വർക്ക്സ് ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇന്നൊരു പേപ്പർ ലാൻഡേൺ ഉണ്ടാക്കാം. അതായത് നമ്മൾ ലാൻഡേൺ എന്ന് പറഞ്ഞാൽ അറിയില്ല മക്കളെ, ഒരു കൂടായിരിക്കും പേപ്പർ വെച്ചിട്ട്, എന്നിട്ട് അതിനുള്ളിൽ ലൈറ്റ് വെച്ചിട്ട് അത് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇത്. ഓക്കെ, സ്റ്റെപ്പ് 1 വിളക്ക് എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുപോലെ വിളക്കിന്റെ മോഡലുള്ള ഒരു ഡെക്കോറാണ് കേട്ടോ. സ്റ്റെപ്പ് 1, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കുക, ഒരു കഷ്ണം വെട്ടിയെടുക്കുക. ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. ഈ പേപ്പർ അതിനൊത്ത നടുവിലൂടെ എന്ത് ചെയ്യുക, പകുതിയായിട്ട് മടക്കുക. സ്റ്റെപ്പ് 3, ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. ഇതിന്റെ ഒരു സൈഡിൽ ഒരു ലൈൻ വരയ്ക്കുക. കട്ട് ദ പേപ്പർ ഇൻ ടു സ്മോൾ സ്ട്രിപ്സ്. ആ ലൈനിലൂടെ എന്ത് ചെയ്യുക, ഈ പേപ്പർ എന്ത് ചെയ്യുക, മടക്കിയ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. മുഴുവനായിട്ട് കട്ട് ചെയ്യല്ല, അതായത് ആ മടക്കിയ വരേണ്ടല്ലോ, അല്ലെങ്കിൽ ആ വരച്ച ലൈൻ വരേണ്ടല്ലോ, അതുവരെ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജസ്. എന്നിട്ട് ഈ പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ രണ്ടറ്റങ്ങൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. നൗ ദ ലാൻഡേൺ ഈസ് റെഡി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ടോപ്പിലായിട്ട് മുകളിലായിട്ടൊരു നിങ്ങൾ ആദ്യം വെട്ടിയെടുത്ത ആ സ്ട്രിപ്പ് ഇല്ലേ, അതിങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ഹാൻഡിലാക്കുക. ഓക്കെ, അപ്പൊ ലാൻഡേൺ റെഡിയായി. നൗ ക്യാൻ യു മേക്ക് എ ക്രൗൺ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. റൈറ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് അണ്ടർ ഈച്ച് പിക്ചർ. നിങ്ങളോടൊരു കിരീടം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്ത് ചെയ്യാ, ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് എഴുതി കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, കട്ട് പേപ്പർ പ്ലേറ്റ് ഇൻ ഹാഫ് ആൻഡ് ട്രിം ദ എഡ്ജസ് ടു ക്രിയേറ്റ് എ ക്രൗൺ ഷേപ്പ്. ഒരു പേപ്പർ പ്ലേറ്റ് എടുത്ത് അതിന്റെ പകുതി മുറിക്കുക, എന്നിട്ട് ഒരു ക്രൗൺ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, പെയിന്റ് ഓർ കളർ ദ ബ്രൗൺ ബേസ് വിത്ത് എ പാട്രിയോട്ടിക് ഡിസൈൻ സച്ച് ആസ് റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ സ്ട്രിപ്സ് ഓൺ സ്റ്റാർസ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഒന്ന് നല്ലതുപോലെ കളർ ചെയ്യുക, പെയിന്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു പാട്രിയോട്ടിക് ഡിസൈൻ, അതായത് നമുക്ക് കണ്ടാൽ അധികം ബോറില്ലാത്ത രീതിയിൽ നമുക്ക് തോന്നുമല്ലോ, ആ രീതിക്ക് ഒരു ബ്ലൂവില് വൈറ്റ് സ്റ്റാർസ് കളർ ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് എന്താണ്, കട്ട് ഔട്ട് സെവറൽ ട്രയാങ്കുലർ ഷേപ്സ് ഫ്രം ദ റെഡ് ആൻഡ് വൈറ്റ് പേപ്പർ ടു ക്രിയേറ്റ് എ ക്രൗൺ സ്പൈക്സ്. ഒരു ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യാം, കുറച്ച് ട്രയാങ്കിൾസ് കട്ട് ചെയ്യുക. അത് നമുക്ക് കിരീടത്തിന് സ്പൈക്സ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോർത്ത് സ്റ്റെപ്പ്, glue the triangular spikes around the curved edge of the crown base. എന്നിട്ട് ഈ കിരീടത്തിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ട്രയാങ്കുലർ ഷേപ്സ് വെക്കുക. നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് കളേഴ്സ് ആയിട്ട് വെക്കാം, അതായത് ഒരു റെഡ് ഒരു വൈറ്റ്, ഒരു റെഡ് ഒരു വൈറ്റ് എന്നുള്ള രീതിക്ക് വെക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് നോക്കൂ, പഞ്ച് ഹോൾസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ക്രൗൺ ആൻഡ് അറ്റാച്ച് ആൻ ഇലാസ്റ്റിക് സ്ട്രിങ് ഓർ റിബൺ ഫോർ വിയറിംഗ്. ഈ ക്യാപ്പിന്റെ ഈ പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഇലാസ്റ്റിക് സ്ട്രിങ് കൊടുക്കുക, ഇലാസ്റ്റിക്കിന്റെ വള്ളി ഉണ്ടല്ലോ, ഒരു കയർ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. അതായത് നമുക്ക് ഈ ക്രൗൺ പുറകിലേക്ക്, തലയുടെ പുറകിലേക്ക് വലിച്ചു കെട്ടാൻ പാകത്തിൽ. പ്ലേസ് ദ കംപ്ലീറ്റഡ് ക്രൗൺ ഓൺ യുവർ ഹെഡ് ആൻഡ് എൻജോയ് യുവർ പാട്രിയോട്ടിക് ക്രിയേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്രൗൺ നിങ്ങൾക്ക് തലയിൽ വെക്കാവുന്നതാണ്. ആക്ടിവിറ്റി 9, ഐഡന്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബ്ലി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ബിലോ.
അപ്പൊ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് ബേർഡ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പേര് എഴുതുക, പിന്നെ അതിന് യോജിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറും കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് നെയിം എഴുതുന്നുള്ളൂ, മക്കൾ എന്ത് ചെയ്യുക, കളർ കൊടുക്കണേ. അതാ നോക്കിക്കേ, ഇവിടെ ഹെന്നുണ്ട്, കോഴി അല്ലെ, പിന്നെയോ പാരറ്റ് ഉണ്ട്, പിന്നെ നമ്മളുടെ എന്താണ് ഡക്ക് ഉണ്ട്, ഓക്കെ, പിന്നെ ക്രെയിൻ ഉണ്ട്, നമ്മുടെ കൊക്ക്, പിന്നെ പീകോക്ക്, മയിലുണ്ട്, പിന്നെ അതുപോലെ ഹോൺബിൽ, വേഴാമ്പലുണ്ട്, ഹോൺബിൽ, ഓക്കെ, പിന്നെ വുഡ്പെക്കർ, മരം കൊത്തി ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റി 10 X2 chicks. Here is a game for you. Use a dice and play the game according to the instructions of your teacher. നിങ്ങൾക്കിത് താഴെ എന്തെന്നിട്ടുണ്ട്, ഹെന്നിനെ തന്നിട്ടുണ്ട് അല്ലെ, അത് ബ്രൂഡ് ചെയ്യുന്ന ഒരു പിക്ചറാണ്, അടയിരിക്കുന്ന ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഓരോ പസിൽ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു ഡൈസ് തരും, അതിൽ 1 to 6 ഉണ്ടായിരിക്കും, എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഡൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് നമ്പർ ആണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 4ലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ട്, ആ ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് നേരെ കോളം 7ലേക്ക് പോവാം. അപ്പൊ വേറെ ഡൈസ് ചെയ്യാതെ നിങ്ങൾക്ക് നേരെ കോളം 7ലേക്ക് പോവാം. എന്നിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് 9ലൊക്കെ എത്തുന്ന സമയത്ത് എന്താണ്, അത് ഡേഞ്ചർ ആണ് അല്ലെ, അപകട സൂചനയാണ്. ക്യാറ്റ് ഹെന്നിനെ കഴിക്കുമല്ലോ. എന്നിട്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഗോ ടു കോളം 3. നിങ്ങൾ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് 3ലേക്ക്, 3 എന്ന് എഴുതിയിട്ടുള്ള നമ്പറിലേക്ക് പോകണം. നിങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് 12ലൊക്കെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മിൽക്ക് കുടിക്കാം. മിൽക്ക് കുടിച്ചിട്ട് എന്ത് ചെയ്യാം, 17ലേക്ക് പോവാം. അതുപോലെ തന്നെയാണ് 16ലും ഡേഞ്ചർ ആണ്, അവിടെ ഒരു ഈഗിൾ ഉണ്ട്. ആ 16ൽ എത്തിയിട്ട് നിങ്ങൾ ഈ 16ൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ നേരെ അവിടെ നിന്ന് 10ലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 17ലാണെങ്കിൽ അവിടെയും ഡേഞ്ചർ ആണ്, അവിടെ നിന്ന് നിങ്ങൾ നേരെ 10ലേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ 20ലൊക്കെ എത്തുകയാണെങ്കിൽ അവിടെയും എന്താണ്, ഡേഞ്ചർ ആണ്, ഫോക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ 20ൽ നിന്ന് നേരെ 5ലേക്ക് പോവേണ്ടി വരും. അങ്ങനെ ആദ്യം ആരാണോ 21ൽ എത്തുന്നത്, 21ൽ എത്തുമ്പോഴാണ് ആ മുട്ടകൾ ഹാച്ച് ചെയ്യുക, മുട്ടകൾ വിരിയുക. അപ്പൊ ആരാണോ ഫസ്റ്റ് 21ൽ എത്തുന്നത് അവരായിരിക്കും വിന്നർ. Activity 11. Dimple and Twinkle waited eagerly for the egg to hatch out. ഡിംപിളും ട്വിങ്കിളും ആ ഗോൾഡൻ എഗ് വിരിഞ്ഞു വരുന്നത് ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ദി ചെക്ക്ഡ് ഇറ്റ് എവറി ഡേ. അവരെല്ലാ ദിവസവും അതെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, വിരിഞ്ഞോ മുട്ട വിരിഞ്ഞോ എന്ന് ചെക്ക് ചെയ്യും. Their mother noticed their daily visit to the hen house. അവരുടെ അമ്മ എല്ലാ ദിവസവും അവരെന്താണ് ഇങ്ങനെ കോഴിക്കൂട്ടിൽ പോയി നോക്കുന്നത് എന്നെന്ത് ശ്രദ്ധിച്ചു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പൊ മദറും ഡിംപിളും ട്വിങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ എന്തൊക്കെയായിരിക്കും അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ പോയി നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അല്ലെ. കാരണം അമ്മയ്ക്ക് ഗോൾഡൻ എഗിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല, അവർക്ക് കിട്ടിയതും അതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. മദർ, വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും എന്തിനാണ് ഈ ഹെൻ ഹൗസ് പോയി നോക്കുന്നത്? ട്വിങ്കിൾ, വി ഗോട്ട് എ ഗോൾഡൻ എഗ് ഫ്രം ദ ഡ്രൈ ലീവ്സ്. ഞങ്ങൾക്ക് ആ ഉണങ്ങിയ കരിയിലകളിൽ നിന്നും ഒരു ഗോൾഡൻ എഗ് കിട്ടി. മദർ, വെർ ഡിഡ് യു കീപ് ഇറ്റ്? നിങ്ങൾ അത് എവിടെയാണ് വെച്ചത്? ഡിംപിൾ, വി പ്ലേസ് ദ എഗ് നിയർ ദ മദർ ഹെൻ. ഞങ്ങൾ ആ എഗ് മദർ ഹെന്നിന്റെ അടുത്താണ് വെച്ചത്. ട്വിങ്കിൾ, വി ആർ വെയിറ്റിംഗ് ഫോർ ദ എഗ് ടു ഹാച്ച്. ഞങ്ങൾ ആ എഗ് വിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മദർ, ആർ യു ഈഗർ ടു സീ ദ ചിക്ക്? നിങ്ങൾ ആ ചിക്കിനെ കാണാൻ, ആ പക്ഷിക്കുഞ്ഞിനെ കാണാൻ നിങ്ങൾക്ക് ഈഗർ ആണോ? നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണോ? ഡിംപിൾ, യെസ്, വി വാണ്ട് ടു സീ ദ സീറ്റ് ഹാച്ച് ആൻഡ് പ്ലേ വിത്ത് ദ ചിക്ക്. ഞങ്ങൾക്ക് അത് വിരിയുന്നത് കാണണം, എന്നിട്ട് കോഴിക്കുഞ്ഞിന്റെ കൂടെ അല്ലെങ്കിൽ ആ പക്ഷിക്കുഞ്ഞിന്റെ കൂടെ കളിക്കണം. ആക്ടിവിറ്റി 12. The baby of a bird is chick. Now look at the pictures below and fill in the blanks suitably. ഒരു പക്ഷിയുടെ കുഞ്ഞിനെ നമ്മൾ ചിക്ക് എന്നാണ് വിളിക്കുക. ഇനി നിങ്ങൾക്ക് ഓരോ ജീവികളുടെ കുഞ്ഞുങ്ങളുടെ ഇത് തന്നിട്ടുണ്ട്, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ജീവിയുടെ കുഞ്ഞിനെ എന്താണോ വിളിക്കാതെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് പിക്ചർ നോക്കൂ. ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ഡാഷ്. ബേർഡ്, ആ പക്ഷി അല്ലെങ്കിൽ കിളി അതിന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാണ് അല്ലെ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാണ്. സോ ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ചിക്ക്. ഓക്കെ, പക്ഷിക്കുഞ്ഞിന് ചിക്ക് എന്നാണ് വിളിക്കുക. എ ക്യാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ് കിറ്റൺ. ഓക്കെ, ക്യാറ്റിന്റെ കുഞ്ഞിനെ നമ്മൾ കിറ്റൺ എന്നാണ് പറയാ. എ ക്യാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ് കിറ്റൺ. നെക്സ്റ്റ്, എ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് ഡാഷ്. അപ്പൊ കൗവിന്റെ കുട്ടിയെ നമ്മൾ എന്താ പറയാ, കാഫ് എന്നാണ് വിളിക്കുക. സോ എ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് കാഫ്. അത് പശു അതിന്റെ കിടാവിനെ എന്ത് ചെയ്യുക, അങ്ങനെ ലിക്ക് ചെയ്യാണ്. എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഡാഷ്. ഡോഗ് അതിന്റെ കുഞ്ഞിനെ നോക്കുകയാണ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഡോഗിന്റെ കുട്ടിയെ അല്ലെങ്കിൽ ഡോഗിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പപ്പി എന്നാണ് വിളിക്കുക. എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് പപ്പി.
ആക്ടിവിറ്റി 13 ഗോൾഡി സ്വാം ഇൻ ദ റിവർ. ഗോൾഡി ആ റിവറിൽ നീന്തി. ദ ഹെൻ ആൻഡ് ചിക്സ് കുഡ് നോട്ട് സ്വിം. ഹെന്നിനും അതിന്റെ കുഞ്ഞുങ്ങൾക്കും എന്താണ് നീന്താനായിട്ട് കഴിയുന്നില്ല. ഡു യു നോ വൈ? നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഗോൾഡി പറയുന്നത് നോക്കൂ, ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താനായിട്ട് കഴിയും. അപ്പൊ ചിക്സ് പറയാണ് ഐ കാൺ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്, എനിക്ക് നീന്താൻ കഴിയില്ല പക്ഷെ എനിക്ക് വാക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് നടക്കാനായിട്ട് കഴിയും. ഇനി ഒരു ഡോവ് പറയുന്നു നോക്കൂ, പ്രാവ് പറയുന്നു നോക്കൂ, ഐ ക്യാൻ ഫ്ലൈ ഹൈ, എനിക്ക് ഉയരത്തിൽ പറക്കാനായിട്ട് കഴിയും. അപ്പൊ ഫിഷ് എന്ത് പറയും? ഐ കാൺട്ട് ഫ്ലൈ ബട്ട് ഐ ക്യാൻ സ്വിം. ഓക്കെ, എനിക്ക് പറക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് നീന്താൻ കഴിയും. ആക്ടിവിറ്റി 14 ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു പിക്ചേഴ്സ്. നമുക്ക് താഴെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് പിക്ചേഴ്സും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സോ ആ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പിക്ചറിന്റെ ഒരു ഡിഫറൻറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ വാട്ടർ ഈസ് നോട്ട് ക്ലിയർ, വെള്ളം എന്താണ് ക്ലിയർ അല്ല, തെളിഞ്ഞതല്ല. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? വാട്ടർ ഈസ് ക്ലിയർ, ദ വാട്ടർ ഈസ് ക്ലിയർ, വെള്ളം തെളിഞ്ഞതാണ് അല്ലെ. നമുക്ക് അങ്ങനെ എഴുതാം, ദ വാട്ടർ ഈസ് ക്ലിയർ. പിന്നെ ഫസ്റ്റ് പിക്ചറിൽ എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ, ഒരു കൊക്ക് പുഴയിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ ക്രെയിൻ ഇല്ല അല്ലെ, കൊക്കില്ലല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദർ ഈസ് നോ ക്രെയിൻ ഇൻ ദ റിവർ, റിവറിൽ ക്രെയിൻ ഇല്ല. പിന്നെ സെക്കൻഡ് പിക്ചറിൽ നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 2, പക്ഷികളൊന്നും എന്താണ് രണ്ടാമത്തെ പിക്ചറിൽ പക്ഷികളൊന്നും പറക്കുന്നില്ല. ഫസ്റ്റ് പിക്ചറിൽ പക്ഷെ പറക്കുന്നുണ്ടല്ലേ പക്ഷികൾ. സോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് എന്ന് എഴുതാം. പിന്നെ അതുപോലെ ഫസ്റ്റ് പിക്ചറിൽ ദ ലാൻഡ് ഈസ് ഗ്രീൻ, തീരം എങ്ങനെയാണ്, അവിടെയുള്ള ലാൻഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ പുഴയുടെ തീരം എങ്ങനെയാണ്? ഗ്രീൻ ആണ് അല്ലെ, പച്ചപ്പ് നിറഞ്ഞതാണ്. സെക്കൻഡ് പിക്ചറിൽ എന്താണ്? ദ ലാൻഡ് ഈസ് ഡ്രൈ, വരണ്ടുണങ്ങി കിടക്കുന്ന ലാൻഡാണ് നമുക്ക് കാണുന്നത്. പിന്നെ അതുപോലെ പിക്ചർ 2 ദർ ഈസ് നോ ഫിഷ് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ ഫിഷസിനെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഫസ്റ്റ് പിക്ചറിൽ ഫിഷസ് ഉണ്ട്, അപ്പൊ നമുക്ക് ദർ ഈസ് ഫിഷസ് ഇൻ ദ വാട്ടർ എന്ന് എഴുതി കൊടുക്കാം. ആക്ടിവിറ്റി 15 ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ഗ്രാൻഡ്പ. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ഓർഡർ. ഡിംപിളും ട്വിങ്കിളും കൂടെ ഗോൾഡിയെ കണ്ട കഥയൊക്കെ ഗ്രാൻഡ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് ആ ഇവന്റ്സിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ദേ പുട്ട് ദ എഗ് ഇൻ ദ ഹെൻ ഹൗസ്, അതായത് കോഴിക്കൂട്ടിൽ അവർ ആ മുട്ട കൊണ്ടുപോയി വെച്ചു. ദേ നെയിം ദ ചിക്ക് ഗോൾഡി, അവർ ആ കുഞ്ഞിന് ഗോൾഡി എന്ന് പേരിട്ടു. ദ എഗ് ഹാച്ച്ഡ് ഔട്ട് ആൻഡ് ദ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്, മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പക്ഷി കുഞ്ഞ് പുറത്തു വന്നു. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്, ഡിംപിളിനും ട്വിങ്കിളിനും ഒരു ഗോൾഡൻ എഗ് കിട്ടി. ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി കൊടുക്കാം? ഫസ്റ്റ് വൺ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്. They put the egg in the hen's house. The egg hatched out and a beautiful chick came out. They named the chick Goldie. Activity 16. The villagers cleaned the river. They fixed a notice board near the river. Write a suitable sentence on it. വില്ലേജേഴ്സ് ആ റിവർ ക്ലീൻ ആക്കിയതൊക്കെ നമ്മൾ സ്റ്റോറിയിൽ വായിച്ചു അല്ലേ. അവരെന്നിട്ട് റിവറിന്റെ അടുത്തായിട്ട് ഒരു നോട്ടീസ് ബോർഡ് വെച്ചു. അതിൽ എഴുതാൻ പറ്റിയ ഒരു സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? കീപ് അവർ റിവർ ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ, നമ്മുടെ റിവർ വൃത്തിയോടും മനോഹാരിതയോടും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടും എന്ത് ചെയ്യുക? സൂക്ഷിക്കുക എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ റിവർ എന്ന് എഴുതാം. റിവറിൽ മാലിന്യങ്ങളൊന്നും കൊണ്ടുവന്നിടരുത് എന്ന് എഴുതാം. അപ്പൊ അതിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിക്ക് ഒരു പോസ്റ്റർ എഴുതി കൊടുക്കാവുന്നതാണ്. Activity 17. The festival season came. The villagers prepared a poster to welcome people, help them make it attractive. അപ്പോൾ ഫെസ്റ്റിവൽ സീസൺ വന്നെത്തി. വില്ലേജേഴ്സ് എന്ത് ചെയ്തു? ഫെസ്റ്റിവലിന്റെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കി. ആ പോസ്റ്റർ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്, ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി എന്ത് ചെയ്ത് കൊടുക്കാം മക്കളെ? നല്ല മനോഹരമായിട്ടുള്ള ഹരിതഗിരി വില്ലേജിന്റെ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് ബേർഡ്സ് ഇങ്ങനെ പറക്കുന്ന പിക്ചർ വരച്ചു കൊടുക്കാം. വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലും ഒക്കെയുള്ള ഒരുപാട് ബേർഡ്സിന്റെ പിക്ചറൊക്കെ നിങ്ങൾക്ക് വരച്ചു കൊടുത്ത് ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ പോസ്റ്റർ എന്ത് ചെയ്യുക? ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാവുന്നതാണ് കേട്ടോ. ആക്ടിവിറ്റി 18. റീഡ് ദ സെന്റൻസസ് ബിലോ. ഹു സെഡ് ദിസ്? റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. നമുക്ക് താഴെ സ്റ്റോറിയിലുള്ള ഓരോ സെന്റൻസസ് തന്നിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞത് എന്ന് ആ ബോക്സിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വി വിൽ കോൾ യു ഗോൾഡി, ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കാം. അത് പറഞ്ഞത് ഡിംപിൾ ആണ്.
പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. ഈ എഗ്ഗിനെ കൂടെ ഒന്ന് നോക്കിക്കോണേ എന്ന് മദർ ഹെന്നിനോട് പറഞ്ഞതും അതും ഡിംപിൾ ആണ്. ലുക്ക്, ഗോൾഡി സ്വിംസ് വെൽ. നോക്ക്, ഗോൾഡി നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നീന്തുന്നുണ്ട്. അത് പറഞ്ഞത് ട്വിങ്കിൾ ആണ്. ക്ലക്ക് ക്ലക്ക്, അത് പറഞ്ഞത് മദർ ഹെൻ ആണ്. ദിസ് ഇസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഇതൊരു റെയിൻബോ ബേർഡിന്റെ കുഞ്ഞാണ്. അത് പറഞ്ഞത് ഗ്രാൻഡ് പയാണ്. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. എന്റെ ചെറുപ്പകാലത്ത് ഈ റിവർ വളരെ വൃത്തിയുള്ളതായിരുന്നു. അത് പറഞ്ഞതും ഗ്രാൻഡ് പയാണ്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നോക്ക്, ഇവിടെ കാണാൻ എന്ത് ഭംഗിയാണ്, അല്ലെങ്കിൽ ഗോൾഡിയെ കാണാൻ എന്ത് ഭംഗിയാണ്. അത് പറഞ്ഞത് ട്വിങ്കിൾ ആണ്. ആക്ടിവിറ്റി 19 ക്രോസ്വേർഡ് പസിൽ. നിങ്ങൾക്ക് ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡൗൺ, താഴേക്ക് ഉള്ളതാണ് നോക്കുന്നത്. താഴേക്ക് 1 എന്ന നമ്പർ ഇട്ട് നോക്കൂ. ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി. ഏതിലുള്ള വാട്ടർ ആണ് ഡേർട്ടി ആയി കിടക്കുന്നത്? ദ വാട്ടർ ഇൻ ദ റിവർ, അല്ലെ, റിവറിലുള്ള വാട്ടർ ആയിരുന്നു ഡേർട്ടി ആയി കിടക്കുന്നത്. സോ ദ വാട്ടർ ഇൻ ദ റിവർ വാസ് ഡേർട്ടി. അപ്പൊ 1 താഴേക്ക് നമുക്ക് റിവർ എന്ന് എഴുതി കൊടുക്കാം. വി എന്ന് ഓൾറെഡി അവിടെ ഉണ്ട്. ബാക്കിയുള്ള RIER മാത്രം നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. 2 ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിം ദ ചിക്ക് ഡാഷ്. ഡിംപിളും ട്വിങ്കിളും ആ പക്ഷിക്കുഞ്ഞിനെ എന്ത് പേരാ ഇട്ടത്? ഗോൾഡി. ഓക്കെ, ഗോൾഡി എന്ന് ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇനി അക്രോസ്, നേരെയുള്ളത് നോക്കൂ. 2 വൺ ഡേ ഡാഷ് വിസിറ്റഡ് ദ ചിൽഡ്രൻ. ഒരു ദിവസം കുഞ്ഞുങ്ങളെ കാണാൻ ആര് വന്നു? ഗ്രാൻഡ് വന്നു, അല്ലേ? സോ G അവിടെ ഉണ്ട്. RAND മാത്രം എഴുതി കൊടുത്താൽ മതി. PAയും കൂടെ അവിടെ ഉണ്ട്, ഗ്രാൻഡ്. 3 ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ ഡാഷ്. ഹരിതഗിരി വളരെ മനോഹരമായ എന്തായിരുന്നു? ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്, ഒരു ഗ്രാമമായിരുന്നു. സോ വില്ലേജ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. 4 നോക്കൂ. ദ വില്ലേജേഴ്സ് ഡെക്കറേറ്റഡ് ദ ഹൗസസ് ഫോർ ദ ഡാഷ് ഓഫ് ബേർഡ്സ്. വില്ലേജേഴ്സ് പക്ഷികളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് വീടുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. സോ ഫെസ്റ്റിവൽ എന്ന് എഴുതി കൊടുക്കുക. FESTIVAL. ആക്ടിവിറ്റി 20 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. നമുക്ക് താഴെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് ഒരു 4 ലൈൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബേർഡി ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിംഗ്സ് സോ ഫ്രീ വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ് വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. അപ്പൊ എന്താണ് പോയറ്റിൽ പറഞ്ഞിട്ടുള്ളത്? ബേർഡി ഫ്ലൈ സോ ഹൈ, ഒരു പക്ഷി വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്. അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിന് മുകളിലായിട്ട്. സിറ്റിംഗ് ഓൺ എ ട്രീ, ഒരു മരത്തിലിരിക്കുന്നു. ഇറ്റ് സിംഗ് സോ ഫ്രീ, വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രയായിട്ട് എന്ത് ചെയ്യുന്നു? പാടുന്നു. വെൻ ദ സമ്മർ എൻഡ്സ്, വേനൽ അവസാനിക്കുന്ന സമയത്ത് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്, അതിന്റെ കൂട്ടുകാരോടൊപ്പം അത് തിരികെ തന്നെ പറന്നു പോകുന്നു. വിൽ യു കം അഗെയിൻ, നീ ഇനിയും തിരികെ വരുമോ? വെൻ ദ സമ്മർ സൺ ഗ്ലോസ്, വേനൽ സൂര്യൻ തിളങ്ങുന്ന സമയത്ത് നീ ഇനിയും തിരികെ വരുമോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെർപ്പിംഗ് ട്യൂൺസ് ഫോർ ഓൾ ടു ഹിയർ, എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ഉള്ള പാട്ട് പാടും. ബ്രിങ്ങിങ് ജോയ് ആൻഡ് ബാനിഷിങ് ഫിയർ, നല്ല സന്തോഷം കൊണ്ടുവരും, പേടിയൊന്നും കൂടാതെ തന്നെ. വെയിറ്റിംഗ് ഫോർ ദ വാം ടു കോൾ റെഡി ടു റിട്ടേൺ ടു ഓൾ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈൻസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ആക്ടിവിറ്റി 21 സെലക്ട് ദ സ്യൂട്ടബിൾ ഡയലോഗ്സ് ഫോർ ഈച്ച് പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ്. നമുക്ക് കുറച്ചൊരു 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 4 ഡയലോഗ്സും താഴെ തന്നിട്ടുണ്ട്. ഓരോ പിക്ചറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ് ഫിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ നോക്കൂ. അത് പിപ്പാണല്ലേ, ഒരു പെൻഗ്വിൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന പിക്ചറാണ്. ഐ എം എഫ്രൈഡ് ഓഫ് വാട്ടർ, എനിക്ക് വെള്ളം പേടിയാണ്. അപ്പൊ സെക്കൻഡ് പിക്ചറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ഡയലോഗ് ഏതാണ്? ഡോണ്ട് വറി ഡിയർ, പേടിക്കണ്ട. ഓക്കെ, പിന്നെ തേർഡ് പിക്ചറിലേക്ക് ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്, അത്. പിന്നെ അവസാനത്തേത് ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്. ഇങ്ങനെയാണ് ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 2ാം ക്ലാസ്സിലെ മക്കളുടെ മറ്റു വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്